26 വയസ്സുള്ള മീര എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ കഥയാണിത്. ഒരു രാജ്ഞിയായി വാഴേണ്ട അവൾ അതേ വീട്ടിൽ ഒരു വേലക്കാരിയേക്കാൾ മോശമായ അവസ്ഥയിൽ ജീവിക്കാൻ നിർബന്ധിതയായി. പക്ഷേ വിധി ഒരു വഴിത്തിരിവായപ്പോൾ അതേ മീര തന്നെ കണ്ടെത്തിയത് അവളുടെ വേദന അവളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറിയ ഒരു ലോകത്താണ്. ഒരു നിഗൂഢ യാചകൻ. എല്ലാവരെയും ഞെട്ടിച്ച വെളിപ്പെടുത്തൽ. ആ യാചകൻ ശരിക്കും ഒരു സാധാരണ മനുഷ്യനായിരുന്നോ? അതോ മീരയുടെ ജീവിതം മാറ്റാൻ ദൈവം തന്നെ നിയോഗിച്ചതാണോ? കഥ അറിയുവാൻ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാശിയിലെ വാരാണസി നഗരം ശിവഭഗവാന്റെ നഗരമാണത്. ഇവിടത്തെ മണിനാഥം ആളുകളുടെ ഹൃദയത്തിൽ ശാന്തത കൊണ്ടുവരുന്നു. എല്ലാ പാപിയും ഗംഗാമാതാവിൻ്റെ അടിത്തട്ടിൽ അഭയം കണ്ടെത്തുന്നു. എന്നാൽ ഈ വിശുദ്ധ നഗരത്തിൽ മനുഷ്യത്വം ഒട്ടുമില്ലാത്ത ഒരു വീടുണ്ടായിരുന്നു. ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ ഈ വീടിൻ്റെ മുറ്റത്ത് 26 വയസ്സുള്ള മീര ഇരിക്കുന്നു. നിറം മങ്ങിയ ഒരു വെള്ള സാരിയായിരുന്നു അവളുടെ വേഷം. വിവാഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തൻ്റെ ഭർത്താവ് മരണമടഞ്ഞു. ഭർത്താവിൻ്റെ ചിതയുടെ തീ അണയുന്നതിന് മുൻപ് തന്നെ അവളുടെ ജീവിതം നരകതുല്യമായി. നീ ഈ വീട്ടിൽ വന്നു കയറിയതോടെ ഈ വീട്ടിലെ വിളക്കണഞ്ഞു, അമ്മായി രുക്മിണി ദേവി പറഞ്ഞു. സോപ്പും ചാരവും ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകി മീരയുടെ കൈകൾ വിണ്ടുകീറി. വിരലുകൾക്കിടയിൽ കൂടി ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നോക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു. അവൾ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അപ്പോഴാണ് രുക്മിണി ദേവി കഴുകി വെച്ച പാത്രങ്ങൾ തട്ടി ദൂരെ എറിഞ്ഞത്. അവളുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. മീര പേടിയോടെ തലയുയർത്തി നോക്കി. എത്ര നേരമായി പാത്രം കഴുകാനെന്നും പറഞ്ഞ് ഇവിടെ കയറിയിരിക്കുന്നു? ഇതുവരെ കഴിഞ്ഞില്ലേ തമ്പുരാട്ടി? മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഇനി 2 പാത്രങ്ങൾ കൂടിയേ ഉള്ളൂ. രുക്മിണി ദേവി മീരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ നിഴൽ പോലും കാണുന്നത് അശുഭമാണ്. നിന്നെ ഞാൻ കഴുത്തു ഞെരിച്ചു കൊല്ലും. പോയി പശുത്തൊഴുത്ത് വൃത്തിയാക്കും എന്ന് പറഞ്ഞ് പിടിച്ചു തള്ളി. രാവിലെ മുതൽ രാത്രി വരെ ഒരു യന്ത്രം പോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പട്ടിക്ക് പോലും കഴിക്കാൻ മടി കാണിക്കുന്നതാണ് അവൾക്ക് കൊടുക്കുന്നത്. അന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലുള്ള എല്ലാവരും ചൂടുള്ള ഭക്ഷണം വയറു നിറയെ കഴിച്ചു. മീര മാത്രം വിശന്ന് വലഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി അവൾ ഉണങ്ങിയ അപ്പവും വെള്ളവും മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പാത്രങ്ങളുടെ ഒരു കുന്ന് കൂടിക്കിടക്കുന്നുണ്ട്. മീര പാത്രം കഴുകാൻ തുടങ്ങി. അവൾ അപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവാനെ, നീ എന്താണ് അങ്ങയുടെ അടുത്തേക്ക് എന്നെ വിളിക്കാത്തത്? മരണം ഈ ജീവിതത്തേക്കാൾ 1000 മടങ്ങ് നല്ലതാണ്. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം മീര രാവിലെ വെളിയിലിരുന്ന് മസാല ഇടിച്ചു പൊടിക്കുകയായിരുന്നു. അപ്പോൾ പുറത്താരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അമ്മാ, 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് വല്ലതും തരണേ. രുക്മിണി ദേവി ദേഷ്യത്തിൽ. ഈ ഭിക്ഷക്കാരെ കൊണ്ട് തോറ്റു എന്ന് പിറുപിറുത്തുകൊണ്ട് വാതിൽക്കൽ ചെന്നു. വാതിൽ തുറന്നു. വാതിൽക്കൽ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞതും വളരെ വൃത്തികെട്ടതും അഴുക്ക് നിറഞ്ഞതും തലമുടി ആകെ അലങ്കോലവുമായിരുന്ന ഒരു ഭിക്ഷക്കാരൻ നിൽക്കുന്നു. പക്ഷേ ആ കണ്ണുകൾക്കൊരു തിളക്കമുണ്ടായിരുന്നു. സാധാരണ ഭിക്ഷക്കാരിൽ കാണാവുന്ന ഒരു നിസ്സഹായത ആ കണ്ണുകളിലില്ലായിരുന്നു. അയാൾ കൈനീട്ടി രുക്മിണി ദേവിയോട് പറഞ്ഞു. അമ്മ, എന്തെങ്കിലും കഴിക്കാൻ തരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രുക്മിണി ദേവി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പുച്ഛത്തോടെ പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ഒന്നും തന്നെയില്ല. ഇത് കേട്ട് അയാൾ പോകാൻ തുടങ്ങുമ്പോഴാണ് രുക്മിണി ദേവിയുടെ പിറകിലിരുന്ന് ജോലി ചെയ്യുന്ന മീരയെ കണ്ടത്. അയാളുടെ മുഖത്ത് ഒരു പൈശാചികമായ ചിരി വിടർന്നു. രുക്മിണി ദേവി അത് കണ്ടു. അവരുടെ മനസ്സിൽ ഭയാനകവും ക്രൂരവുമായ ഒരു ചിന്ത വന്നു. നിൽക്കൂ. ഭിക്ഷക്കാരൻ നിന്നു. അപ്പോൾ രുക്മിണി ദേവി മസാല പൊടിച്ചുകൊണ്ടിരുന്ന മീരയുടെ മുടിയിൽ പിടിച്ചു വലിച്ച് ഇഴച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളി. മീര ബാലൻസ് തെറ്റി യാചകന്റെ മുന്നിൽ മുട്ടുകുത്തി വീണു. ഭിക്ഷക്കാരൻ ഒരു ചുവട് പെട്ടെന്ന് പിന്നോട്ട് മാറി. രുക്മിണി ദേവി പറഞ്ഞു. ഇത് ധാന്യമല്ല, എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ വിഭവമാണ്. നിനക്കിതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊല്ലാം, തല്ലാം, നിന്റെ കൂടെ ഭിക്ഷയ്ക്ക് കൊണ്ടുപോകാം. എനിക്ക് ഇവളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. മീര തൊഴുതുകൊണ്ട് പറഞ്ഞു. അമ്മേ, എന്നെ ഇയാളുടെ കൂടെ പറഞ്ഞയക്കല്ലേ. എനിക്ക് പോകാൻ ഒരിടമില്ല. പക്ഷേ കല്ലുപോലെ ക്രൂര മനസ്സുള്ള രുക്മിണി ദേവി വലിയ ശബ്ദത്തിൽ വാതിൽ വലിച്ചടച്ചു. പിന്നെയും മീര ആ വാതിലിൽ ചാരിയിരുന്നു കരഞ്ഞു. ആ ഭിക്ഷക്കാരൻ പറഞ്ഞു. വരൂ, പോകാം. നിനക്ക് നാളെ മുതൽ കരയേണ്ടി വരില്ല. ഇത് കേട്ട മീര ഒന്നുമില്ലാതെ അയാളുടെ പിറകെ പോയി. ഇയാൾ എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ചു മീര പേടിച്ചു വിറച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ ഒരു പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ നിർത്തി. അതിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടർ പുറത്തിറങ്ങി ദേഷ്യത്തോടെ ഭിക്ഷക്കാരനെ നോക്കി. എന്നിട്ട് ചോദിച്ചു. നീ എവിടെ നിന്നാണ് ഇവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? വേഗം പറഞ്ഞു.
ഭിക്ഷക്കാരൻ ഒന്നും മിണ്ടാതെ നിന്നു. ഇൻസ്പെക്ടർ അയാളെ അടിക്കുന്നത് കണ്ടപ്പോൾ മീര ഇടയിൽ കയറി പറഞ്ഞു, സാർ, ഇയാളെ എന്നെ കിഡ്നാപ്പ് ചെയ്തതല്ല, ഞാൻ കൂടെ വന്നതാണ്. നീ മിണ്ടരുത്, ഇവനൊക്കെ ഇത് തന്നെ ചെയ്യും. സത്യം പറയടാ. പെട്ടെന്ന് ജീപ്പിൽ നിന്ന് ഒരു പോലീസുകാരൻ തൻ്റെ മൊബൈലുമായി ഇൻസ്പെക്ടറുടെ അടുത്ത് ഓടി വന്ന് എന്നിട്ട് എന്തോ രഹസ്യമായി ചെവിയിൽ പറഞ്ഞു. തൻ്റെ മൊബൈലിലെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് കണ്ട ഇൻസ്പെക്ടർ പേടിച്ചു ഭിക്ഷക്കാരൻ്റെ കാലിൽ വീണു. ക്ഷമിക്കണം സാർ, ആളറിയാതെ ചെയ്തു പോയതാണ്. ഭിക്ഷക്കാരൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. മീര അതിശയിച്ചു. ഇൻസ്പെക്ടർ എന്തിനാണ് ഇയാളുടെ കാലിൽ വീണത്? മീരയ്ക്കൊന്നും പിടികിട്ടിയില്ല. അവർ രണ്ടുപേരും നടന്ന് വാരാണസിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെത്തി. അതിനകത്ത് കയറാൻ തുടങ്ങിയപ്പോൾ മീര പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മളെ ഇതിനകത്ത് ആരും അവർ കയറ്റില്ല. ഭിക്ഷക്കാരൻ ഒന്നും മിണ്ടാതെ അവളെയും വിളിച്ച് അതിനകത്തേക്ക് കയറി. മീര പേടിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടുത്തെ മാനേജർ ഓടി വന്ന് തൊഴുതുകൊണ്ട് നിന്ന്. ഇത് കണ്ട് മീരയ്ക്ക് വീണ്ടും അതിശയമായി. മാനേജരോട് മീരയ്ക്ക് ആഹാരം വിളമ്പിക്കൊടുക്കാൻ പറഞ്ഞു. മീരയ്ക്ക് കുറേ നാളുകൾക്ക് ശേഷം വയറ് നിറച്ച് നല്ല രുചിയുള്ള ആഹാരം കഴിക്കാൻ കിട്ടി. നാളെ മുതൽ മീര ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ മീരയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേന്ന് മുതൽ അവൾ അവിടെ ജോലിക്ക് കയറി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മീര ഭിക്ഷക്കാരനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്താണ് പേര്? എന്ത് ജോലി ചെയ്യുന്നു? അതിനു മുൻപ് മീര, നീ നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയൂ. മീര എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു. താൻ ആരാണെന്നും തൻ്റെ കല്യാണം കഴിഞ്ഞതും ഭർത്താവ് മരിച്ചതും അമ്മായിയമ്മ തന്നെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി മുതൽ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരുവാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കേട്ടപ്പോൾ മീര പൊട്ടി കരഞ്ഞു. പക്ഷേ ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ മീരയുമായി മോതിരമിടാമെന്ന് പറഞ്ഞ് ഭിക്ഷക്കാരൻ പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ മീര റെസ്റ്റോറൻറ്റ് പുറത്തു നിന്നപ്പോൾ മീരയെ കൊണ്ടുപോകാൻ ആളുകൾ വന്നു. വലിയ വില കൂടിയ ആഡംബര വാഹനങ്ങൾ കൊണ്ട് അവിടമാകെ നിറഞ്ഞു. മാനേജർ വന്ന് പറഞ്ഞു, മാഡം, പോകാനുള്ള വാഹനം വന്നിട്ടുണ്ട്. ധരിക്കാനുള്ള വില കൂടിയ വസ്ത്രങ്ങളും എത്തി. മണ്ഡപത്തിലെത്തിയ മീര വരനെ നോക്കി. ഭിക്ഷക്കാരൻ വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വിവാഹം വളരെ ആഘോഷപൂർണ്ണമാക്കി. ഏറ്റവും വലിയ കോടീശ്വരനാക്കിയ സിംഘാനിയുടെ ഏക മകൻ ആര്യൻ രാജ് വളരെ രഹസ്യമായി വിവാഹം കഴിച്ചു. ഇതേ സമയം മറ്റൊരു രുക്മിണി ദേവി മീരയെ ഇറക്കി വിട്ടതിനു ശേഷം തൻ്റെ ദുരന്തം തുടങ്ങി. അവരുടെ ഇളയ മകൻ ബിസിനസ് തുടങ്ങാൻ വീടും വസ്തുവും പണയം വച്ചു. ബിസിനസ് ആകെ പൊളിഞ്ഞു. ഇപ്പോൾ ദാരിദ്ര്യത്തിലും കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെയുമായി. തൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയതിനു ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴാണ് ചായക്കടയിലെ TV-യിൽ മീരയും ഒരു വലിയ വ്യവസായിയുടെ മകനും തമ്മിലുള്ള വിവാഹത്തിൻ്റെ വാർത്ത അറിയുന്നതും. അതോടെ രുക്മിണി ദേവി ആകെ തകർന്നുപോയി. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്ന് രുക്മിണി ദേവി പഠിച്ചു. ഞാൻ അവളോട് ചെയ്ത ക്രൂരത ഇന്ന് തനിക്ക് കാലം സമ്മാനിച്ചു എന്നവർക്ക് മനസ്സിലായി.